ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ പേയാട് ഇത്രയും വലിയൊരു ഇൻഡോർ സ്റ്റുഡിയോ ഉണ്ട് എന്നുള്ള കാര്യം. ഞങ്ങളിങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് പാസ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇത് എന്താണ് സംഭവമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഫസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് കിൻഡർ ഗാർഡനോ അല്ലെങ്കിൽ സ്കൂളോ, ലൈക്ക് നമ്മുടെ പ്ലേ സ്കൂളുണ്ടല്ലോ അതേപോലത്തെ എന്തെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു കുറച്ച് നാൾ മുന്നേ ആയിട്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വായിച്ച് നോക്കി എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വായിച്ച് നോക്കിയ സമയത്താണ് മനസ്സിലായത് ഇൻഡോർ സ്റ്റുഡിയോ ആണ്. അതായത് ഇൻഡോർ പാർക്ക് പോലെ വന്നിട്ട് പ്ലേ ഗെയിമൊക്കെ ആയിട്ട് ഉള്ള ഒരു ഇതാണെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നീട് പോകാനുള്ള സിറ്റുവേഷനൊന്നും കിട്ടിയില്ല. ഇന്ന് ഞാൻ വാവയും കൊണ്ടിട്ട് ഞാൻ കരുതി ഒന്ന് പോയി നോക്കാം, എന്താണെന്നറിയാമല്ലോ. അവരെപ്പോഴും ഒറ്റയ്ക്കൊക്കെ ആകുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും വീട്ടിനകത്ത് നമ്മളെ തന്നെ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ കരുതി ചോദിച്ചില്ല, അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞു എല്ലാ ഡേയ്സിലും ഉണ്ട്, സൺഡേ ടു ഫുൾ വീക്ക്ലി 7 ഡേയ്സിലും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓവറിൻ്റെ റേറ്റൊക്കെ 1 അവർ ഇത്രയാണ് റേറ്റൊക്കെ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. പോയി ചെന്ന് കയറിയതിന് ശേഷം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നവർക്കെല്ലാവർക്കും സോക്സ് ഉണ്ടായിരിക്കണമെന്ന്. അതായത് ഇപ്പോൾ പേരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും സോക്സ് കമ്പൽസറി ആണെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെന്ന് കണ്ടു. അതിനകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ ഇത്രയും അധികം സാധനങ്ങൾ. ഇതിപ്പം ഗ്രൗണ്ട് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇതേപോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക്, അതായത് ആ ഒരു സ്പേസ് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണെങ്കിൽ കൂടിയും അവർ നല്ല രീതിക്ക് അത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ, അതായത് കുട്ടികൾക്ക് നല്ല രീതിക്കുള്ള മാനസികമായിട്ട് നല്ല കളിക്കാനും എടുക്കാനും എൻജോയ് ചെയ്യാനുമുള്ള ഒരു സെറ്റിങ്സ് അവരതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുട്ടികളുണ്ടായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. മോള് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോകുന്നത്. അവൾ പാർക്കിലൊക്കെ പോകും അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോകും എന്നുള്ളത് ഇത്രയും ഉള്ള ഐറ്റംസൊക്കെ ഉള്ള ഒരു പ്ലേ ഏരിയയിലേക്ക് അവൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അവൾ എന്ത് ചെയ്യണം, എന്തിൽ കയറണം എന്നിങ്ങനെ ആഹ്ലാദിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. അവളുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അവൾ വീട് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോർ, സെക്കൻഡ് ഫ്ലോറാണ്. ആ ഒരു ഇതിനകത്ത് തന്നെ കിടന്ന് അവൾ കളിക്കുകയാണ്. അവൾ സ്കൂള് വിട്ടാൽ നേരെ അപ്പാർട്ട്മെൻറ്റ്, അത് കഴിഞ്ഞാൽ ട്യൂഷൻ ക്ലാസ്. ഈ ഒരു സർക്കിളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആൾ ഒറ്റയ്ക്കും കൂടെ ആകുന്നത് കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ കിട്ടുന്ന സമയത്ത് ആൾ ഭയങ്കര ഹാപ്പിയാണ്. അവളുടെ മുഖത്തേന് നിങ്ങൾക്കത് കാണാൻ പറ്റും. പക്ഷെ ഇത്രയും അടുത്തുണ്ടായിട്ട് കൂടി ഇത്രയും ഇതിനകത്ത് ഇത്രയും ഫെസിലിറ്റിയോ കാര്യങ്ങളോ ക്രിയേറ്റിവിറ്റിയോ ഉണ്ടെന്നുള്ളത്, ചിലപ്പം ഇതിലിരിക്കുന്ന ടോയ്സൊക്കെ കുറച്ചൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാവാം വീട്ടിൽ. പക്ഷെ അവർ ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ അത് പ്ലേ ചെയ്യുന്ന സമയത്ത് അവർക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു ഉത്സാഹമാണ്. 1 മണിക്കൂറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1 മണിക്കൂറിനല്ല, നല്ല രീതിക്ക് അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കളിക്കാനുള്ള ഐറ്റം അവർക്കുണ്ട്. അവരെ നമ്മൾ കൊണ്ടുപോകുന്നതിനനുസരിച്ച് തന്നെ അവർക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ അവർ ഒരു ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സമയം അതായത് അവൾക്ക് ഈ ഒരു സാൻഡ് പിറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുൾ ടൈം ഇതിലും പിന്നെ കുറച്ച് ബോൾസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതിലായിരുന്നു അവൾ ഫുൾ ടൈം ഉണ്ടായിരുന്നത്. അവൾക്ക് പറഞ്ഞില്ല നമ്മൾ, അതായത് സാൻഡ് പിറ്റിൽ തന്നെ കോരി കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് ഉള്ള ആ ഒരു ടോയ്സും അല്ലെങ്കിൽ കളിക്കുന്ന സെക്ഷൻസ്, ക്യൂബ് ആയിക്കോട്ടെ ബോൾ ആയിക്കോട്ടെ എല്ലാം അവൾ എല്ലാത്തിലും ഒന്നും കളിച്ചില്ല. കുറച്ച് സാധനങ്ങളിൽ മാത്രമേ അവൾ ആ ഒരു ടൈം പരിധിയിൽ കളിച്ചിട്ടുള്ളൂ. പിന്നീട് അവൾ പരിചയമായി വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ആ 1 മണിക്കൂർ കൊണ്ടിട്ട് അവളെല്ലാം കളിച്ചെത്തും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഉണ്ട്, അവളുടെ കുക്കിംഗ് ഏരിയ. അതിനകത്ത് കയറിയതിന് ശേഷം പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അത് കളിപ്പാട്ടൊക്കെ ഉണ്ട്, ഓംലെറ്റ്, ബിസ്ക്കറ്റ്, കേക്ക്, അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരുന്ന ഒരു ഭയങ്കര ഹാപ്പിനെസ്സിലായിരുന്നു അവൾ. ഇത് നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഭയങ്കര കുക്കിങ്ങാണ്. അമ്മയ്ക്ക് എന്ത് വേണം എന്നൊക്കെ ചോദിച്ച് കുക്ക് ചെയ്യുവാണ് അവിടെ നിന്നിട്ട്. തൊട്ടിപ്പുറത്ത് വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്, അതിന് തൊട്ടപ്പുറത്ത് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുൾ അറേഞ്ച്ഡായിട്ട് അവർ ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് ഞാൻ കണ്ടിട്ടില്ല. ട്രിവാൻഡ്രം മീൻസ് നമ്മുടെ ഈ ഉള്ളിലോട്ട് വരുന്ന സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഉള്ള കാര്യം എനിക്ക് അറിയ കൂടിയില്ലായിരുന്നു, ഗെയിമിങ് ഏരിയ. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് പോയത്. പക്ഷേ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ.
വീക്കിലി ഉള്ള വീക്കെൻഡിലൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ടുപോകാനായാലും എടുക്കാനായാലും ഒക്കെ ഉള്ള നല്ലൊരു ഫെസിലിറ്റിയാണത്. നമ്മളിങ്ങനെ കൊണ്ടുപോയി കുറച്ച് അവർക്ക് എൻജോയ്, കാരണം വേറെ കുട്ടികളെ കൂടെ കാണുമ്പോഴത്തേക്കും അവർക്കും അതൊരു മീൻസ് എൻജോയിങ് മൊമെൻറ്റ്സ് ആണ്. അവരവരായിട്ട് ഇൻട്രാക്ട് ചെയ്യും, സംസാരിക്കും, അവരുടെ ഒപ്പം കളിക്കും. വാവക്കുട്ടിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു കൂട്ടുകാരീനെ, നിധി എന്നാണ് കുട്ടിയുടെ പേര്. പക്ഷേ അവർ തമ്മിൽ തന്നെ പ്ലേ ആയ ടൈം, ഒരു സിങ്കായ സമയത്ത് ഞങ്ങൾ പേരൻസായിട്ട് സിങ്കായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ സെറ്റിങ്സ് കണ്ടോ ബബിള, എനിക്ക് അറിയില്ലായിരുന്നു, പിന്നീടാണ് മനസ്സിലായത് അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. കുറേ സമയം അവൾ അതിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഇതിനകത്ത് കുറേ നേരം കളിച്ചു. അതായത് ഈ ഒരു ബോളിൻ്റെ സെക്ഷനിൽ. സാൻഡ് പിറ്റിൽ ഞാൻ ഇറങ്ങിയില്ല, കാരണം ചിലപ്പം കുഞ്ഞുങ്ങൾക്കുള്ളതല്ലേ. പക്ഷേ ഇതിനകത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ സമയം ഞാൻ നിന്ന് കളിച്ചു. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് വീഡിയോ കിട്ടിയില്ല. ഞാൻ കുറേ സമയം നിന്ന് കളിച്ചു. ഞാനും അവളുടെ കൂടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അങ്ങനെ ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോയി അവരെ ഒന്ന് റിലാക്സ് ആക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് കണ്ടോ. അതായത് അവരുടെ ആ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ അവർ അത്രയും വലിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ദേ എന്നെ പരിശോധിക്കുകയാണ് എൻ്റെ കുട്ടി ഡോക്ടർ ഋതുമിത്ര വിവേക്. ഓക്കെ, അവൾക്ക് ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം. എനിക്കറിയില്ല അവൾ എന്തായി തീരുമെന്ന്. വലുതാവുമ്പോൾ അവൾ എന്തിനാകാൻ പറയുന്നു അത് തന്നെ. ദേ വീണ്ടും കണ്ടു, അവൾ ആ കിച്ചൺ സെറ്റിൻ്റെ അടുത്ത് തന്നെ വന്നു. അവൾക്ക് അതിലെന്തോ കൈവശം കൊടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്നു, തവിട് പൊടിയാക്കിയില്ല, അത് അവൾ കുടുംബ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ കണ്ട, അവൾക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വന്നില്ല, തിരിച്ചിറങ്ങിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ആൾ വിളിച്ചപ്പോൾ വരുന്നുണ്ടായിരുന്നില്ല. വേറൊരു കൂട്ടുകാരിയെ കൂടെ കിട്ടിയപ്പോഴത്തേക്കും പിന്നെ ആൾ ഭയങ്കര കളിയായിപ്പോയി അവിടെ. ഇത്രയും ഭയങ്കര ഒരു സെറ്റപ്പാണെന്ന് മീൻസ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കുഞ്ഞ് സ്പേസിൽ അവർ ഇത്രയധികം ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിനകത്ത് കയറിയതിന് ശേഷമാണ് മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ല, ആ അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ അവർ നല്ല രീതിക്ക് എല്ലാം ആവശ്യത്തിലധികമുള്ള എല്ലാ സെറ്റിങ്സും അവരെന്ത് ചെയ്തിട്ടുണ്ട്. ആ മീൻസ് ഗെയിമിങ് ഏരിയ അവരത് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവരതെന്താണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു ഇതിൽ കുറച്ച് കുട്ടികൾക്കായാലും കുറച്ച് കുട്ടികൾ അത്യാവശ്യം അധികം കുട്ടികൾ വന്നാൽ നിൽക്കാനുള്ള ഒരു പ്ലേ ഏരിയ തന്നെയാണത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില കുട്ടികൾക്ക് ചിലത് ഭയങ്കര ഇഷ്ടമായിരിക്കും. വാവുട്ടി ആ കിച്ചൺ ഏരിയയിൽ വേറൊരാൾ വരുമ്പോഴത്തേക്കും അവൾ വേണ്ട ഇത് എൻ്റെയാണ് എന്ന് പറയാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരാളും കൂടി ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ മറ്റു കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ഈ ഒരു ഗെയിമിങ് ഏരിയ നല്ലൊരു യൂസ്ഡ് ആണ്. ഇതാണ് നിധി എന്ന് പറയുന്ന കുട്ടി. അവർ തമ്മിൽ പിന്നെ ഭയങ്കര കമ്പനിയായി, കളിയായി. അതേപോലെ തന്നെ ഞങ്ങൾ പേരൻസും ഞങ്ങൾ ഭയങ്കരമായിട്ടും ഞങ്ങളെ സമയം അന്വേഷിച്ച് പെട്ടെന്ന് പോയി. ഞങ്ങളും ഭയങ്കര കളിയും മീൻസ് പരിചയപ്പെട്ടു. ആൾ വർക്ക് ചെയ്യുവാണ്, ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾ അവരിതേ ഭയങ്കരമായിട്ടും നിധി കുക്ക് ചെയ്യുവാണ്. എൻ്റെ മോള് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കുകയാണ്, ഷോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സംഭവം കണ്ടോ, പിങ്ക്, അതെനിക്കറിയില്ലായിരുന്നു ബില്ല് ചെയ്യുന്നതാണെന്നുള്ളത്. അവൾ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ പുറത്തെ വ്ളോഗ്സൊക്കെ ഉണ്ടല്ലോ, പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെ വ്ളോഗ്സൊക്കെ എടുത്ത സമയത്ത് ഞാൻ കാണും, എനിക്കിഷ്ടമാണ്. അപ്പോൾ അവൾ അതുപോലെ ഇതെടുത്ത് വെച്ച് ബില്ല് ചെയ്യുവാണ്. അപ്പോൾ അതേ ഒരു കുട്ടി വന്ന് കയറി, ഒരു ആൺകുട്ടി ഒക്കെ സമ്മതിക്കില്ല അവൾ കയറാനായിട്ട്. ഇത് എൻ്റെ സ്ഥലമാണ്, ഞാൻ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുന്നുണ്ട്. അല്ലെ അവൾ ഷോപ്പ് ചെയ്തൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുന്നുണ്ടോ. എനിക്കിതൊന്നും അറിയാൻ പാടില്ലായിരുന്നു അത് ബില്ലാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ബൈ.